Hello guys, welcome back to another episode of Fantastic Vlog. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? മലേഷ്യ. നമുക്ക് വായിക്കാൻ പറ്റില്ല, ഞാൻ വായിപ്പിച്ചാ. We cover the news in Malaysia for you. So we are now Malaysia. ഞങ്ങളുടെ അതെ, ഞങ്ങൾ വന്നത് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റായിരുന്നു. വലിയ സുഖമൊന്നുമില്ലായിരുന്നു, എന്നാലും നമുക്ക് ദൂരെ കാണാം. അടുത്തുണ്ട്. ഞങ്ങളടുത്ത് ഇപ്പോൾ ഇമിഗ്രേഷൻ ചെക്കിങ് ചെയ്യാൻ പോവുക. സോറി, ചെക്കൗട്ട് ചെയ്യാൻ പോവുക. ചെക്കിങ് കഴിഞ്ഞു, ചെക്കൗട്ട് ചെയ്യാൻ പോവാം. രാവിലെ എയർപോർട്ടിൽ വന്ന് ഫ്രഷായി. അപ്പോൾ ഞങ്ങളെയും കാത്ത് ഞങ്ങളുടെ ടൂറിൻ്റെ ഡ്രൈവർ വെയിറ്റാണ്. അതേപോലെ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഹോട്ടൽ ബുക്കിംഗ് ചെയ്തുള്ളൂ. അതാണ് ഞങ്ങളുടെ ഷെഡ്യൂൾ. ഹോട്ടലിൽ എത്തുമ്പോൾ മിക്കവാറും ഉച്ചയാവും. നമ്മൾ എയർലി ചെക്കിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ഹോട്ടലിലോട്ട് റൂം കിട്ടുള്ളൂ. ഇവിടെ വന്നു, സിം എടുത്തു. ഏതോ ഒരു കമ്പനി, ഫെലികോം എക്സ്പാക്സ് അങ്ങനത്തെ ഒരു കമ്പനിയാണ്. ഡിഗ്ഗി. പക്ഷെ ഇവിടെ ഡിഗ്ഗിന്നാണ് ഇതിൽ എഴുതിയിട്ടില്ല. പക്ഷെ അവിടെ മെയിൻ ഷോറൂം എഴുതിയിരിക്കുന്ന ഡിഗ്ഗിനാണെങ്കിലും ഇതിലെഴുതിക്കുന്ന ഫെലികോം എക്സ്പാക്സ്. ചിലപ്പോൾ അവിടെ ജോയിൻറ്റ് വെഞ്ചർ നെയിം പോലും ആയിരിക്കും. അങ്ങനെ സിമ്മൊക്കെ എടുത്തു. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുക, എയർ ഹോസ്റ്റേഴ്സും ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെയൊക്കെ യൂണിഫോം വളരെ അട്രാക്റ്റീവാണ്. കണ്ടോ, ഈ പോകുന്ന ചുവന്ന കളറുണ്ടോ, എല്ലാവർക്കും റെഡ് കളേഴ്സാണ് അവരുടെ യൂണിഫോം. അവരുടെ അതായത് മെയിൽ ആൻഡ് ഫീമെയിൽസ്. അത് വളരെ അല്ലേ, നമ്മൾ അട്രാക്റ്റീവ് ആണ്. കാണാൻ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. കുഞ്ഞു കവറായിട്ട് ശരിക്കും ഷേപ്പിൽ പ്ലാന്റൊക്കെ സ്വീകരിച്ച് ബോട്ടിന് വരെ നല്ല ഡിസൈനൊക്കെ കൊടുത്തു. ശരി, അങ്ങനെ കോലാലംപൂർ എയർപോർട്ടാണ്. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു. നമ്മൾ ഇനി നമ്മുടെ ടാക്സി ഡ്രൈവർ ചേട്ടൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. എയർപോർട്ടിൻ്റെ അകത്ത് കോപ്സൊക്കെ നഷ്ടമാണ്. നമ്മൾ US ഡോളേഴ്സ് കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സിമ്മൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്യുക. പക്ഷേ നമുക്ക് ആരെങ്കിലും ഇവിടെ സപ്പോർട്ട്, ഇപ്പോൾ ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഗൈഡുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ഔട്ട് സൈഡ് നോക്കുക. ഓക്കെ, ഇത് ഫുൾ നമ്മൾ ഷോപ്പിംഗ് മാളിൻ്റെ അകത്തൂടെ ആണ്. ഇത് എയർപോർട്ടാണ്. പുള്ളിയെ ഒന്ന് വിളിച്ച് നോക്കാം. ഈ നടത്താണ് സഹിക്കാൻ പറ്റുന്നത്. ഈവൻ ഞങ്ങൾ ഫ്ലൈറ്റിന് ഇറങ്ങി ഇമിഗ്രേഷൻ ചെക്കിങ്ങിന് വേണ്ടി തന്നെ ഒരു നല്ല വാക്കിങ് ചെയ്തു. ഇനിയിപ്പം ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയും ഞങ്ങൾ നല്ലതായിട്ട് വാക്ക് നടന്നുകൊണ്ടിരിക്കുക. കൊള്ളാമല്ലേ? ഡ്രൈവർ ചേട്ടൻ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ഒരു സംഭവം കണ്ടപ്പോൾ ഇത് നോക്കിയേ ഗൈസ്,
ഇത് കണ്ടോ, എന്ത് ബ്യൂട്ടിയാണ് ശരിയാക്കുന്നത്. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്താണ് അവർ വെച്ചേക്കുന്നത്. വരുന്ന ടൂറിസ്റ്റേഴ്സിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി. സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കിയാൽ കഴിച്ചു. ഇതേപോലൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാനേ ഉള്ളൂ. ഞങ്ങൾ കൊച്ചിയും പോയിട്ടുണ്ട്, ട്രിവാൻഡ്രത്തും പോയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യുമല്ല. നമ്മുടെ we already have. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഒരിക്കലും നമ്മുടെ നാട്ടിലത്തെ എയർപോർട്ട്സിനെ ഇൻസൾട്ട് ചെയ്യുകയല്ല. ബട്ട് നമുക്ക് കുറച്ചും കൂടി അതിനെ ക്രിയേറ്റിവിറ്റി ആയിട്ട് മേക്കപ്പ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്നു പോകുന്നതാണ്. നമ്മൾ വേറെ രാജ്യത്തേക്ക് എങ്ങനെ പോകുന്നു അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്കും ആൾക്കാർ വന്നു പോകുന്നതാണ്. ഗേറ്റ് നമ്പർ 3 നമ്മൾ പുറത്തിറങ്ങണം. ഗേറ്റ് നമ്പർ 3 പുറത്തിറങ്ങി ഇനി നമ്മൾ ഡ്രൈവർ ചേട്ടനെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിരിക്കണം. ഹലോ ഏട്ടാ. ഹായ്, ആനന്ദ്. ഹലോ. ട്രാവലിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് സുബ്ര. സുബ്രാന്നല്ലേ? ചേട്ടാ അവിടെ തമിഴ്നാട്ടിലാണോ ശ്രീലങ്ക? ഞാനിവിടെ തന്നെ, നമ്മുടെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ. ഓ ശരി 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 ശരി. അങ്ങനെ നമ്മൾ സുബ്ര ചേട്ടൻ വന്നു, നമ്മളെ പിക്ക് ചെയ്തു. നമ്മളിപ്പം ചേട്ടാ ഞാൻ അടുത്ത് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആകാമോ? ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. ഇന്ന് ഭയങ്കര മഴക്കോളൊക്കെ ആണല്ലോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു മൂടിയ കാലാവസ്ഥയാണ്. പക്ഷെ മഴ പെയ്യത്തിലായിരിക്കുന്നു. വൈകിട്ട് പെയ്യും അല്ലേ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉത്തരജാമ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും. പാം ഓയിൽസ് അല്ലേ? ഇപ്പം ഇവിടെ നിന്ന് തന്നെയാണല്ലേ പ്രൊഡക്ഷൻസ് ഒക്കെ പോകുന്നത്? അതായത് നമ്മളെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒക്കെ ഡ്രിങ്ക്സ് ഒക്കെ അല്ലേ? വേൾഡിലെ സെക്കൻഡ് പാം ഓയിൽ പ്രൊഡക്ഷൻ മലേഷ്യ. ഫസ്റ്റ് ഇന്തോനേഷ്യ, സെക്കൻഡ് മലേഷ്യ. മലേഷ്യയുടെ മെയിൻ ഇൻകം ഇന്തോനേഷ്യയുടെ പാം ഓയിൽ മലേഷ്യയാണ് ബൈ. ഓക്കെ. എന്നിട്ട് അവർ പ്രോസസ് ചെയ്തു. ഓക്കെ. ചേട്ടൻ്റെ വണ്ടിക്കകത്തൊരു ഈച്ച കയറി. ചേട്ടൻ ഈച്ച പിടിക്കാനുള്ള പരിപാടിയാണ്. ചേട്ടാ ട്രൈ. രണ്ട് സൈഡും ഫുൾ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ. അതായത് നമുക്കൊരു ഇപ്പം നമുക്ക് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനത്തെ ഏരിയസ് ഉണ്ട്. ലൈക്ക് ഇങ്ങനെ രണ്ട് സൈഡും വനം. ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഹൈവേ സൈഡിലെല്ലാം ഹൈവേയുടെ രണ്ട് സൈഡിലും പാം ട്രീസ് ആയിരിക്കും. ഓക്കെ ഓക്കെ. അതെ നാട്ടിൽ അതേപോലെ കിടക്കുന്നു. നാട്ടിൽ നമ്മൾ ഉൾപ്രദേശങ്ങൾ പോകില്ലേ, ഉൾപ്രദേശങ്ങൾ പോകുമ്പം ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള ആ ഒരു ഗ്രീനറി, ആ പച്ചപ്പ് എല്ലാം അതേപോലെ തന്നെ. ഓക്കെ. തെങ്ങ്, ഫുൾ തെങ്ങാണ്, ഏറ്റവും കൂടുതൽ തെങ്ങാണ് ഇരിക്കുന്നത്. റോഡൊക്കെ നല്ല ഹൈജീനാണ്.
ഓക്കെ ഓക്കെ ഓക്കെ. കാരണം നമ്മൾ ഡ്രൈവേഴ്സ് തികയുന്നില്ല. ഓ അതുകൊണ്ട് ആണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ട്രാഫിക്കാണ് കേട്ടോ. അത് മസ്ജിദാണ്. അത് മറ്റേത് വന്നിട്ട് ഹോട്ടലാണ്. മസ്ജിദിൻ്റെ തന്നെ ഹോട്ടലാണത്. അത് നമ്മുടെ ഈ ഹജ്ജിന് പോകുന്നില്ല അവർക്ക് വേണ്ടിയുള്ള ഹോട്ടലാണ്. ആ ഒരു ഗോപുരം പോലെ ഇരിക്കുന്നതാണോ? അത് മോസ്ക് ആണല്ലേ. മറ്റേത് ആ വെള്ള കളറുള്ളത് അത് ഓക്കെ, അത് മൂവാൻപിക്ക് ആണ്. മൂവാൻപിക്ക് ഓക്കെ, മൂവാൻപിക്ക് ഹോട്ടലാണ്. ഹോട്ടലാണ്. അത് വേൾഡ് വൈഡ് ആണോ നിങ്ങൾ? ഖത്തറിലാണ് അവർ പണിതിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹജ്ജിന് പോകുന്ന ഹോട്ടലുകളെ പണി. ദൂരെ കണ്ട മൂവാൻപിക്ക് ഹോട്ടൽ. രാവിലെ സുബ്രചേട്ടൻ വിളിച്ചോണ്ടൊരു കട വന്നു. രാവിലെ ചിക്കൻ, ഫിഷ് ഇതൊക്കെയോ ഇരിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നു. കുടൽ, ആട്ടിൻ്റെ കുടലും അല്ല സോറി കോഴിയുടെ കരളും ലിവർ. ഹലോ, മലേഷ്യയിൽ ഇറങ്ങി ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നു. നമ്മൾ സുബ്രചേട്ടൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞാൻ ഇഡ്ഡലി, സാമ്പാറും കോഫി ഓർഡർ ചെയ്തു. നിമ്മി പൂരിയും കറി എന്തുവാണെന്നെങ്കിൽ അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ കറി തന്നെയാണെന്ന് തോന്നുന്നു. കിഴങ്ങ് കറി തന്നെയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ആക്ച്വലി നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ പുതിയ രാജ്യമാണ്. പിന്നെ ഇനി അപ്കമിങ് ഡേയ്സ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പോകുന്നുണ്ട് പുത്രജയ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ. അത് നമ്മൾ സ്റ്റേ ട്യൂൺ ഗൈസ്. മലേഷ്യ വന്ന് കോഫി പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളാം. കോഫി കിട്ടുന്നതാണ് ഇത്രയും വലിയൊരു ജ്യൂസിൻ്റെ ഗ്ലാസ്സിലാണ്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങൾ 2 കോഫി വന്നപ്പോൾ വണ്ടിയിൽ 2 മകിലും കൊണ്ട് നിൽക്കണം. ഞാൻ കുടിച്ചിട്ടുണ്ട് ഹാഫ് വരെ എത്തിയത്. ഹാഫും പിടിയുടെ അവിടെ വരെ എത്തുന്നത്. ഇനി താഴോട്ട് എടുക്കുന്നു ഇത്രയും. കണ്ട ആദ്യമേ വന്നപ്പം കയറിയെ പിടിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. സൈഡൊക്കെ ഫുൾ ടൂറിസ്റ്റ് ബസ് ഉള്ളതാണ്. അതെ, മോസ്ക് കിട്ടും. നേരത്തെ മകുടം മാത്രമല്ലേ കിട്ടും. ഇവിടുന്ന് കിട്ടുന്നില്ല. അത് നല്ല വീട് കിട്ടുന്നില്ല. ആൻറ്റി കറപ്ഷൻ ഓഫീസാണ്. ദൂരെ കാണുന്ന ബ്ലാക്ക് ബിൽഡിംഗ് ആണ് ആൻറ്റി കറപ്ഷൻ്റെ ബിൽഡിംഗ് ആണ്. മിസ്റ്റർമാരെയൊക്കെ കൊണ്ട് ചോദിക്കുന്നതാണ്. ഇത് അടുത്തിരിക്കുന്ന എല്ലാം ഫ്ലാറ്റ് ആണല്ലേ? ഈ കാണുന്ന എല്ലാം ഫ്ലാറ്റ് ആണ്. ഇതൊക്കെ ഗവൺമെന്റ് ഫ്ലാറ്റ് ആണോ? ഗവൺമെന്റ് എല്ലാം ഗവൺമെന്റ് കോട്ടേഴ്സ് ആണ്. ക്വാർട്ടേഴ്സ് ആണ്. ഇവിടെ ഞാൻ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇവിടെ ഹോൺ അടി വലുതായിട്ട് വന്നിട്ടില്ല. വലുതായിട്ടില്ല. ഒട്ടും ഒരുപാട് ആരും ഹോൺ അടിക്കാറില്ല. ഹോൺ അടിക്കാന്ന് ഞാൻ കേട്ടില്ല.
മുന്നേ നമ്മൾ വന്ന സമയത്ത് ആ ബ്രിഡ്ജിന്റെ അവിടെ ഫ്രീ ലെഫ്റ്റ് തിരിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കേട്ടത്. അത് അങ്ങനെ ആരും അടിക്കാറില്ല. എനിക്കറിയാം മുമ്പിൽ നിൽക്കുന്നതിന് പോകാണെന്ന്, പക്ഷെ നമ്മളതിനെ ഫോൺ അടിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ട. അതാണ് ഇവിടുത്തെ ഒരു മാനോസ്. നമുക്കൊന്നും സംഭവിക്കില്ല. യെസ്, നമ്മളിവിടെ ഫോൺ അടിക്കുമ്പോൾ അവരുടെ ഫോൺ ടെമ്പർ മൈൻഡ് എന്നാണ് നമുക്കറിയില്ല. അവൻ വന്ന് വാള് കൊണ്ടുവന്ന് വെട്ടും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്രജയുടെ എൻട്രി ആണ്. എൻട്രി ഒരു ബ്രിഡ്ജിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ തന്നെ ലേക്കുണ്ട്. എഴുതിയിരിക്കുന്നത് ജംതാൻ സെറിവാസൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾ വായിച്ചെടുത്തോണം. അതെ, ഇവിടെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പള്ളി കാണാം, മോസ്ക്. അതുകൊണ്ട് ആ കാണുന്നതാണ് മോസ്ക്. കൺസ്ട്രക്ഷൻ നോക്കി മസ്ജിദ് എന്താണത്? ലേക്കാണ് നദിയാണോ? ലേക്കാണ്, നദിയല്ല. ഇതാണ് തോന്നല്ലേ പുള്ളി പറഞ്ഞ ആർട്ടിഫിഷ്യൽ ലേക്ക്. എന്നോട് നിമ്മിക്ക് കൂളിംഗ് ഗ്ലാസ് ഇല്ല, എനിക്ക് കൂളിംഗ് ഗ്ലാസ് വന്നു. ഹലോ ഗൈസ്, ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തു തട്ടെ. വേണമില്ല, കണ്ണടഞ്ഞു പോകും. കണ്ണടഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ ദൂരെ ഒരു വാട്ടർഫാളും ഉണ്ട്. വാട്ടർഫാളല്ല, എന്താ വാട്ടർ ഫൗണ്ടൻ, സോറി. നല്ല എന്താ ആർട്ടിഫിഷ്യലായി ചെയ്ത് വെച്ചേക്കുന്നത്. ആ മോസ്ക് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് തന്നെ ഇതിൻ്റെ മിഡിലാണ്, ആ ലേക്കിൻ്റെ മിഡിലാണ്. അവിടെ നിന്ന് ആ ലാൻഡിൽ നിന്ന് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത്. ഇപ്പോൾ നമ്മൾ പുത്രജ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പുത്രജ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പം ഫുൾ ഗവൺമെൻറ് ബിൽഡിങ്സും ഗവൺമെൻറ് ഓഫീസസും പിന്നെ കോട്ടേജസ്, ഫ്ലാറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ബിൽഡിംഗ് ലൊക്കേറ്റഡ് ആണ്. അത് ഒരു 20 years ആയതേ ഉള്ളൂ ആ ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഗവൺമെൻറ് ഓഫീസിലൊക്കെ വീഡിയോ അലോഡ് ആണ്. അതെ, കാരണം അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് വേണ്ടി അവർ അതിനുവേണ്ടിയാണ് ആ മാൻമെയ്ഡ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. കഥയൊക്കെ പറഞ്ഞു നമ്മുടെ സുഖമായിട്ടും സൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഥയ്ക്ക് ഇടയിൽ ഞങ്ങൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. നമ്മെ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇവിടെ റൗണ്ട് ബോട്ട് ബിൽഡ് വെച്ചതാണ്. ആ റൗണ്ട് ബോട്ടിൻ്റെ ബ്യൂട്ടി, ആ ഫൗണ്ടനും. അതാണ് നേരെ കാണുന്നതാണ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ്. ലെഫ്റ്റിലുള്ളതാണ് മോസ്ക്, പുത്രാജയ മോസ്ക്, പിങ്ക് മോസ്ക് എന്ന് പറയുന്നത്. ലെഫ്റ്റിൽ കാണുന്നതാണ് ചീഫ് മിനിസ്റ്ററുടെ ഒഫീഷ്യൽ ഹൗസാണ്. ഗൈസ്, അവിടെ നിന്ന് ദൂരെ കാണുന്നതാണ് ചീഫ് മിനിസ്റ്ററുടെ ഹൗസ്. അത് നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് എൻട്രി ചെയ്യുന്ന നമ്മൾ വീഡിയോ എടുത്തല്ലേ, അതാണ് ആ കാണുന്നത്. നല്ല കൺസ്ട്രക്ഷൻ ആണ്. നോക്കി എത്ര കാലം മുന്നുള്ള നിങ്ങൾ വീഡിയോ കാണുന്നല്ല, വലിയൊരു മോസ്കാണ്. പുത്രജ ഡെസ്റ്റിനേഷൻ എത്തി. ഇത് റൗണ്ട് ബോട്ടാണ്. റൗണ്ട് ബോട്ട് എടുത്താണ് താഴെ പോയാൽ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാം. അവിടെ റിവർ സൈഡിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു കാര്യം കാണും, ഈ മരം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കണിക്കൊന്നയാണ്. ഇവിടെ ഈ സമയത്താണ് പോകുന്നത്. നമുക്ക് വിഷു ടൈമിലല്ലേ
ഇപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ലേക്ക്, അതായത് മാൻമെയ്ഡ് ആർട്ടിഫിഷ്യൽ ലേക്കാണ്, നിയർ ടു പുത്രജയ. പുത്രജയ എന്താണെന്ന് ഞാൻ വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗവൺമെൻറ് ഓഫീസ് ബിൽഡിംഗ് ആണ്. ആക്ച്വലി ഈ ഗവൺമെൻറ് ഓഫീസ് ബിൽഡിംഗ് 20 ഇയേഴ്സായി ഇത് ബിൽഡ് ചെയ്തിട്ട്. സോ അത് ഓൾഡ് ഒരു ബിൽഡിംഗ് അല്ല, പക്ഷെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് തന്നെ അവർ ഇവിടുത്തെ ടൂറിസ്റ്റിനെയും കൂടെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൂരെ കാണുന്ന അതാണ് ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഒഫീഷ്യൽ ഹൗസ്. നമ്മളിപ്പോൾ ഇറങ്ങി ചെന്ന് ഈ ലേക്കിൻ്റെ അടുത്തെത്തി. നമ്മൾ മുന്നേ നിന്നവിടെ ആ കാണുന്ന ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത്. അവിടെ നിന്ന് ഇവിടെ വരെ വന്നു. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പിങ്ക് മോസ്ക്. ഇത് എന്തുമാത്രം വലുതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ എത്തുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും. നമ്മളെന്താ പറയുന്നത്, മിനാറല്ലേ, ആ മിനാറിൽ അടിച്ചേക്കുന്ന പെയിൻറ്റ് ആക്ച്വലി പിങ്കിഷാണ്. അപ്പോൾ അത് വളരെ ബ്യൂട്ടി ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ മാർബിളാണെന്നാണ് തോന്നുന്നത്. അത് പെയിൻ്റ് അല്ലെന്ന് തോന്നുന്നു, മാർബിൾ തന്നെയാണെന്ന് തോന്നുന്നത്. ഭയങ്കര ഗ്ലേസിങ് വരുന്നുണ്ട്. അത് നടന്ന് ആ പിങ്ക് മോസ്കിൻ്റെ താഴെ ഈ പുത്രജയുടെ ഈ ലേക്കിൻ്റെ സൈഡിലൊരു കിഡ്സ് ഏരിയ ഉണ്ട്. കിഡ്സ് ഏരിയ എന്ന് പറയുന്നത് ഇതിവിടെ ഒരു നിങ്ങൾക്ക് കാണാം, ചെറിയൊരു കപ്പലല്ല, ചെറിയൊരു ബോട്ട്, ആ രീതിയിൽ അതിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി മാത്രമല്ല, നോക്കിയാൽ നിങ്ങൾ ആ ഇത് കണ്ടോ, പിള്ളേർക്ക് ഹെൽമെറ്റും കാര്യങ്ങളും പ്രൊട്ടക്ഷനൊക്കെ അവർ ആ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് സൈക്കിളും റെൻറ്റിന് കിട്ടും. സൈക്കിൾ റൈഡ് ആവശ്യമുള്ളവർക്ക് സൈക്കിൾ കിട്ടും. ഞങ്ങൾ സൈക്കിൾ എടുക്കുന്നില്ല, ബിക്കോസ് എനിക്ക് സൈക്കിളോട്ട് അറിയാം, നിമ്മിക്ക് സൈക്കിളോട്ട് അറിയില്ല. അതിൻ്റെ പേര് ഈ ലേക്കിൻ്റെ സൈഡിൽ തന്നെ താഴെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ആ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഭാഗങ്ങളാണ്. ഇവിടെ സ്പെഷ്യൽ ഓഫേഴ്സിനൊക്കെ ഇട്ടിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഷോപ്പ് നമ്മൾ മുമ്പ് കണ്ട ലേക്കിൻ്റെ അടുത്തേക്ക് വീണ്ടും കുറച്ചും കൂടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് നമുക്കൊരു എൻട്രി ഫുള്ളായിട്ടില്ല. കാരണം അവിടെ ഞാൻ മുമ്പ് മുകളിൽ നിന്ന് കാണിച്ചത് എന്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഫുള്ളി കവേർഡ് ചെയ്തേക്കണം. കണ്ടല്ലേ,
എന്തോ കൺസ്ട്രക്ഷൻ റിനോവേഷൻസ് എന്തോ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എക്സ്കലേറ്റർ കയറി ലേക്ക് വ്യൂവിൻ്റെ അവിടെ നിന്ന് വീണ്ടും പുത്രജയുടെ ഒരു പുത്രജ ബിൽഡിംഗ്, മെയിൻ ഡെസ്റ്റിനേഷൻ ബിൽഡിങ്ങിലോട്ട് നമ്മൾ കയറാൻ പോവാം. അടുത്ത എസ്കലേറ്റർ വർക്കിംഗ് ആവാത്തതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പിനൊക്കെ പോകേണ്ടി വരും. വല്ലാത്ത സ്റ്റെപ്പ് കയറ്റമായിപ്പോയല്ലോ. നിങ്ങൾ കാണുന്ന ഈ പുത്രജയുടെ എൻട്രി റോഡാണ്. എൻട്രി റോഡ് കിടക്കുന്നതിൻ്റെയൊക്കെ വൃത്തി നോക്കിക്കുക. അവിടെ ഈ ഫ്ലവേഴ്സ് ചുറ്റും നടന്നിരിക്കുകയാണ്. ഇത് പുത്രജയുടെ ഹിസ്റ്ററിയാണ് എഴുതി വെച്ചേക്കുന്നത്, ഇത് ബിൽഡിംഗ്. പക്ഷേ ഇത് അവരുടെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി യാതൊരു സൊല്യൂഷൻസും ഇല്ല. പക്ഷെ എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വേറെ ഒന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്, ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 20 years മുന്നേ ആണ്. അതായത് ഇവിടെയാണ് ഈ കാണുന്ന ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ ബിൽഡിങ്ങിലാണ് മിനിസ്റ്റേഴ്സ് ഓഫീസേഴ്സൊക്കെ എല്ലാം ഇരിക്കുന്നത്. ഇതായിട്ട് ബന്ധപ്പെട്ട് സൈഡിൽ കാണുന്നതൊക്കെ അതിൻ്റെതായ കോട്ടേജസും, അതായത് ഓഫീസേഴ്സ് കോട്ടേജസൊക്കെയാണ്. പക്ഷേ ഇവിടെ അതായത് നമുക്ക് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ വരെ പോകാൻ പറ്റും. നിങ്ങൾക്ക് കാണാം ഈ കൊടി കണ്ടോ, മലേഷ്യൻ ഫ്ലാഗ് ഉണ്ട്. ഈ ഫ്ലാഗ് കഴിഞ്ഞ് ശകലം കൂടെ ഒരു 100 മീറ്റർ കൂടെ നമുക്ക് പോകാം. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കയറി പോകാൻ പറ്റില്ല, കാരണം നമുക്ക് അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അതേപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പിങ്ക് മോസ്ക് ഉണ്ട്, ലേക്കുണ്ട്, പുത്രജ ലേക്കുണ്ട്. അത് മാൻമെയ്ഡ് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അത് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് തൊട്ടടുത്തൊക്കെ സോനിയർ ഷോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് ഞങ്ങൾ ആ സോനിയർ ഷോപ്സ് കയറിയില്ല, കാരണം ഞങ്ങൾക്ക് അപ്കമിങ് ഡേയ്സ് വേറെ ഒരുപാട് പ്ലാൻസൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സ്റ്റേ ട്യൂൺ കാരണം അവിടെയൊക്കെ നമ്മൾ പോകുന്നതാണ്. അവിടെയൊക്കെ സോനിയർ ഷോപ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നമ്മുടെ സ്ട്രീറ്റിലെ മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റിലാണ് കുറച്ചുകൂടെ നമുക്ക് കളക്ഷൻസ് കിട്ടുക. സുവനീറിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് കിട്ടുന്നത് ഈ ലോക്കൽ സ്ട്രീറ്റ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ചേ കിട്ടത്തുള്ളൂ, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തും ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരുപാട് പ്ലേസസ് അത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഫുള്ളി ഒരു ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഇതിൻ്റെ ചുറ്റും നോക്കാം, ഒരു ഹൈജീനായിട്ട് കിടക്കും. ഇവിടെ ഇത്രയും ടൂറിസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട്, സ്നാക്സ് കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വേസ്റ്റ് ഇടുന്ന ഒന്നുമില്ല. ഈവൻ നമുക്ക് തന്നെ ഫീൽ പ്രൗഡ്. നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും നമ്മൾ അവരെ കണ്ട് പഠിക്കുക. അതേപോലെ അവരെ ഒരിക്കൽ ഇന്ത്യ വരുമ്പോഴും ഇന്ത്യയെ കണ്ട് പഠിക്കണമെന്ന് അവർ പറയണം. സോ വി വിൽ ആൾസോ പ്രൗഡ് അബൌട്ട് ദാറ്റ് കമൻറ്റ്. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കും, നല്ല ഇവിടെ ഇച്ചിരി ഹ്യൂമിഡിറ്റി ഉണ്ട് ഇന്ന്. പക്ഷേ ക്ലൈമറ്റ് ഒരു മൂഡി, എന്താ ക്ലൗഡൊക്കെ ഫുള്ളി ഈ വീഡിയോ കാണുന്നതുകൊണ്ടാണ്. പക്ഷേ അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡൊക്കെയാണ്. പക്ഷേ ഞാൻ ഇവരോട് അതായത് നമ്മുടെ ചേട്ടനോട് ചോദിച്ചു, പുള്ളി പറയും ഇവിടെ ഡെയിലി ഇങ്ങനെ തന്നെയാണ്. ബട്ട് ഈവൻ ഒരു റെയിനി ഉണ്ടായിരിക്കും അല്ലേ? വീക്ക്ലി ട്വൈസ് ഇവിടെ റെയിൻ ഉണ്ട് എന്നാണ് പുള്ളി പറയണത്. മഴ മൂടി നിൽക്കുമെങ്കിലും മഴ പെയ്യാറില്ല എന്ന്. ഇവിടെ പുത്രജയുടെ ഒരു ഫോണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, കാരണം എല്ലാവരും ഫോട്ടോസൊക്കെ മാക്സിമം കവർ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്കിവിടെ ഞാൻ ആദ്യമേ ഞാൻ കാണിച്ചതുപോലെ ഈ ഇവിടെ വന്നപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ചുറ്റിനുള്ള മരങ്ങൾ അവിടെ സൈക്ലിംഗ് കണിക്കൊന്നയുടെ മരങ്ങളാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സസ് ഉണ്ട്. അത് ഓരോ ആൾക്കാർ ഓരോ ടൂറിസ്റ്റ് ഹോളിഡേ പാക്കേജ് അനുസരിച്ച് വരുന്നതാണ്. നമ്മൾ ബുക്ക് ചെയ്ത ഹോളിഡേ ടീമിൻ്റെ പേരെന്താ? ബഡ്ജറ്റ് ഹോളിഡേയ്സ്. യെസ്, ബഡ്ജറ്റ് ഹോളിഡേ ടീമിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്ത്. ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഇതിന് മുമ്പായിട്ട് ഡോക്യുമെൻറ്റേഷൻ വർക്ക് തൊട്ട് ഈവൻ ടിൽ ദ ഫസ്റ്റ് ഡേ നമുക്ക് എന്താ പറയുക, നല്ല സപ്പോർട്ടാണ്.
കംപ്ലീറ്റ് ഗൈഡൻസും ഒക്കെ ഉണ്ട്. യെസ്. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു ട്രിപ്പാണ്. അത് അവർ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വെക്കേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ നിമ്മിയും കുറേ നാളോട് ആഗ്രഹിച്ചു, എന്നോട് പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന്. അപ്പോൾ ഞാൻ എസ് പറഞ്ഞു, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരു 1 month വെക്കേഷൻ ലീവാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ 1 month വെക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ വിത്തിൻ ഒരു ടൈം പീരീഡിൽ വിസ റെഡിയാക്കി തന്ന വിസയും ടിക്കറ്റും ബാക്കിയുള്ള പ്ലാൻസും എല്ലാം ഷെഡ്യൂൾ ചെയ്തെന്ന ബഡ്ജറ്റ് ഹോളിഡേക്ക് ഒരു ബിഗ് താങ്ക്സ്. ഇത് അവർ എന്നെക്കൊണ്ട് പറഞ്ഞൊന്നും പറയിപ്പിക്കുമല്ല, കാരണം ഫ്രം ദ ഡേ അൻറ്റിൽ ദ ഫസ്റ്റ് ഡേ ഗുഡ് അപ്രോച്ചസ് ആയിരുന്നു. ഈവൻ ഫ്രം ദ സുബ്ര ചേട്ടനോട്, കാരണം പുള്ളിയുടെ അപ്രോച്ചസും പുള്ളി നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തതും പുള്ളി നമ്മളെ മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്ത് നമ്മളോട് ലൈക്ക് എവിടെ ഉണ്ട്, എങ്ങനെ വരണം, എവിടെ പുള്ളി വെയിറ്റ് ചെയ്യുന്ന സ്ഥലം, അങ്ങനെയുള്ള ഫുൾ ഗൈഡൻസ്. നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഒന്നും അടിക്കേണ്ടി വന്നില്ല. റിയലി നമുക്ക് ടെൻഷൻസ് ഒന്നും അടിക്കേണ്ടി വന്നില്ല. വി ആർ ജസ്റ്റ് ചിൽ ആൻഡ് നമ്മൾ വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗോയിങ് ബാക്ക് ടു അവർ ഹോട്ടൽ ചെക്ക് ഇൻ. അത് കഴിഞ്ഞ് നമുക്ക് ഈവനിങ് 7 o'clock നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതാണ്. ഒരു ഈവനിങ് നൈറ്റ് ഔട്ട്. അപ്പം ഗൈസ് പ്ലീസ് സ്റ്റേ ട്യൂൺ. നമ്മൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നതാണ്. അതുവരെക്കും ബൈ ബൈ. നമ്മൾ ഇനി ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ വീഡിയോ മിസ്സൊന്നും ചെയ്യില്ല. ഓക്കെ, ബൈ ബൈ ഗൈസ്.轻柔的地细数着冰城下的雨，淋湿你的长发，几十年来我也抹不去。啊哈，我会慢慢的想起，几十年都不会忘记。啊哈，我会慢慢的想起，几十年都不会忘记，几十年都不会忘记。